ഞങ്ങളുടെ ഹോം ടൂറാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള മുറ്റം, വഴി, ഇതൊക്കെ നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമ്മളുടെ വീടിനൊരു 40-45 വർഷം പഴക്കമുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ഒന്ന് പുതുക്കിയിട്ടേ ഉള്ളൂ. പുതുക്കലെന്ന് വെച്ചാൽ ഒന്ന് ഇടിച്ച് കളയുകയോ പുതിയതായിട്ട് വാർത്തു വെക്കുകയൊന്നും ചെയ്തിട്ടില്ല. മുറ്റമൊക്കെ ഇതാ ഇൻ്റർലോക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് മിനുക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് മെയിൻ ഡോറ്. അതായത് ഒരു ഗ്രില്ലിട്ടിട്ടുണ്ട്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൽ വലയുണ്ട്. ഗ്രില്ലൊക്കെ ഇതേപോലെ വല ഇടാമെങ്കിൽ നമുക്ക് കൊതു കയറാതെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് എപ്പോഴും ഗ്രില്ല് ഇങ്ങനെ ക്ലോസ് ചെയ്തിടുകയും ചെയ്യാം. വെളിയിലത്തെ കാഴ്ചകൾ അത്യാവശ്യം ആര് വന്നാലും നമുക്ക് കാണുകയും ചെയ്യാം. കൊതുകൊന്നും കയറത്തില്ല, ഈച്ചയൊന്നും കയറത്തില്ല. സൂക്ഷിച്ച് നോക്കിയാൽ ഈ വല കാണത്തുള്ളൂ കേട്ടോ. കണ്ട, ചെറിയ കണ്ണിയുള്ള വലയാണ്. അതായിട്ട് സേഫ്റ്റിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. അതിന് ഗ്രില്ലിന് പുറത്തുനിന്നും അകത്തുനിന്നും തുറക്കാവുന്ന സാക്ഷിയുണ്ട്. പുറത്തൊരെണ്ണം, പുറത്തൊരെണ്ണമുണ്ട്, അകത്തൊരെണ്ണമുണ്ട്. പിന്നെ ഇത് പഴയ വാതിലെന്ന് വെച്ചാൽ കഥക് പഴയ കഥകാണ്. ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള എന്താ പറയുന്നത്, പൂക്കളൊക്കെ കൊത്തുപണികളൊക്കെ ഒന്നുമുള്ള കഥവല്ല, ഒത്തിരി പഴക്കമുള്ള കഥവാണ്. പിന്നെ വാതിലിൻ്റെ അടുത്ത് പച്ച കളർ ചവിട്ടിയിട്ടുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പണ്ടത്തെ, അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ടൈലാണ്, ചെറിയ ടൈലാണ്. നമ്മൾ ഇപ്പോൾ അധിക വീടുകളിലൊന്നും ഈ ടൈലൊന്നും കാണാറില്ല. കുറേ കൂടെ വലിയ ടൈലാണ്, നല്ല ഗ്ലേസിങ് ഒക്കെ ഉള്ളത്. ഇതിന് വലിയ ഗ്ലേസിങ് ഒന്നുമില്ല, എന്നാലും കുറേ വർഷമായതുകൊണ്ട് കുറച്ച് ഗ്ലേസിങ് കുറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അത്യാവശ്യം നല്ലതാണ്. പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ തുടച്ച് തൂത്തൊക്കെ വൃത്തിയാക്കിയിടണം, അല്ലെങ്കിലും വെള്ളമായതുകൊണ്ട് അഴുക്കൊക്കെ പറ്റിയെന്നൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ. ഭയങ്കര വൃത്തികേടാണ്. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇത്രയും വർഷമായിട്ട് ഇല്ല. ഇങ്ങനെ അതിൽ കയറി വരുന്നിടത്ത് നമ്മളൊരു ദിവാങ്കോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിന് ഒരുപാട് വർഷം പഴക്കമുള്ള ദിവാങ്കോട്ടാണ്. ഇത് ഞങ്ങൾ ഈ ഇടയ്ക്കൊന്ന് മെയിൻ്റനൻസ് ചെയ്തിരുന്നതിൻ്റെ എന്താ പറയുക, മുകളിലത്തെ കുഷ്യനൊക്കെ ഒന്ന് മാറ്റി ചെയ്തിട്ടുണ്ട്. ഇതിൽ ചെറിയൊരു കൊത്തുപണിയൊക്കെ ഉണ്ട്. കുറച്ച് അത്യാവശ്യം വലുതാണ് കേട്ടോ. കുറച്ച് വീതി കൂടുതലുണ്ട്. നമുക്കൊന്ന് അത്യാവശ്യം കിടക്കുകയൊക്കെ ചെയ്യാം. ഇതിൽ പണ്ട് ഇവിടുത്തെ അച്ഛനെ സ്ഥിരമായിട്ട് ഇതിൽ കിടക്കുമായിരുന്നു. പകൽ സമയത്തൊക്കെ കിടക്കുകയൊക്കെ ചെയ്തിരുന്ന സംഭവമാണിത്. എന്നിട്ട് ഞങ്ങളൊരു ചെറിയ മെത്തയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അധികം ഹൈറ്റൊന്നും ഇല്ലാത്തൊരു മെത്തയൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ചെറിയൊരു പഴയ ഒരു എന്താ പറയുക, ഷോ കേസാണ്. അത് ഇതിന് ഗ്ലാസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളൊന്ന് ഗ്ലാസ്സൊക്കെ ഇട്ട് മുകളിലത്തെ കണ്ട് 3 തട്ടുണ്ട്. അത് ഞങ്ങൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. താഴെ 3 തട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്ലോസ് ചെയ്ത് ഇടയ്ക്കിലത്തെ 3 തട്ട് അത്യാവശ്യം കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും വിളക്കുകൾ കണ്ടില്ലേ, പല വലിപ്പത്തിലുള്ള വിളക്കുകളും കിണ്ടി, അങ്ങനെ നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഫംഗ്ഷന് കാര്യങ്ങൾക്കൊക്കെ എടുക്കേണ്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം വെച്ചിട്ടുണ്ട്. മുകളിൽ കുറച്ച് ഷോ പീസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് എൻ്റെ മൂത്ത മകന് സ്കൂളിൽ പലതവണയായിട്ട് കിട്ടിയിട്ടുള്ള സമ്മാനങ്ങളൊക്കെയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ അയാളുടെ സമ്പാദ്യം. ഇതെൻ്റെ ചേട്ടന് കിട്ടിയിട്ടുള്ളതാണ്. അങ്ങനെ പോകുന്നത്. പിന്നെ നല്ല ഇവിടുത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ജനലുകളുണ്ട്. പഴയ വീടായതുകൊണ്ടേ കണ്ട, എല്ലാം 3 പാളി ജനലാണ്. ഇവിടെ തന്നെ ഒരു ജനലുണ്ട്. പിന്നെ ഈ സൈഡിൽ തന്നെ സെയിം ഇങ്ങോട്ട് മാറിയുണ്ട് ഒരു 3 പാളി വലിയ ജനൽ. ഇപ്പോൾ 2 സൈഡിൽ നമുക്ക് വെട്ടമൊക്കെ കിട്ടും. പക്ഷെ ഞങ്ങൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കുഷ്യൻ സെറ്റ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത് കണ്ടാൽ നല്ല സൂപ്പറായിട്ട് തോന്നത്തില്ലേ. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പണ്ടത്തെ പഴയ ആദ്യത്തെ സെറ്റിയായിരുന്നു. അത് നമ്മൾ പ്ലാസ്റ്റിക്കും കൊണ്ട് വരിഞ്ഞ പഴയ മോഡൽ സെറ്റിയായിരുന്നു. നല്ല സൂപ്പർ തടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് പഴകിയപ്പോൾ നമ്മളത് റോയൽ എന്ന് പറയുന്നൊരു ഫർണിച്ചർ സെൻ്ററുണ്ട് പത്തനംതിട്ട, അവിടെ കൊടുത്ത് അവർ നല്ല വൃത്തിയായിട്ട് അതേ കുഷ്യൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ നല്ല അത്യാവശ്യം 2-3 പേർക്ക് നല്ല വൃത്തിയായിട്ട് ഇരിക്കാൻ പറ്റും. അതാണ് നമ്മൾ കയറി വരുന്നിടത്ത് കണ്ട, ജസ്റ്റ് വാതിൽ കഴിഞ്ഞ് കുഷ്യൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ ദിവാങ്കോട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഈ സെറ്റിക്ക് ശേഷം വാങ്ങിച്ചിട്ടുള്ളൊരു സെറ്റിയാണിത്. ഇത് പഴയതാണ് കേട്ടോ. ഇപ്പോഴത്തെ മോഡലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കോർണർ സെറ്റീസ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. ഇത് അത്യാവശ്യം കുറച്ച് വർക്കൊക്കെ ഉണ്ട് ഇതിൽ. അതിൻ്റെ 2 സിംഗിൾ ചെയറുകളാണിത്. വെച്ചിട്ടുണ്ട്.
പിന്നെ ഇത് നമ്മുടെ ഇവിടുത്തെ ടി വിയാണ്. താഴെ ഞങ്ങളുടെ ഒരു ചെറിയ ഫാമിലി ഫോട്ടോ വെച്ചിട്ടുണ്ട്. കണ്ട, ഇനി കുറച്ച് ഇൻഡോർ പ്ലാന്റൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ ചെറിയ പൂജാമുറിയാണ് കേട്ടോ. നമ്മൾ ചെറുതായിട്ടുള്ള ഒരുപാട് ഫോട്ടോകളൊന്നും വെച്ച് നമ്മളങ്ങനെ ആരാധിക്കുന്നില്ല. 1-2 ചെറിയ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഉപയോഗിക്കാൻ സമയത്ത് നമ്മൾ അടച്ചിടും. ഒരു കൃഷ്ണനുണ്ട് അവിടെ. ഇത് കണ്ട, ചെറിയൊരു പണ്ടത്തെ ഒരു ഫ്ലവർ വേസായിരുന്നു. ഇത് ഞാൻ തന്നെ രണ്ടാമത് പെയിൻറ്റ് ചെയ്തൊക്കെ അടിപൊളി മിനുക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് ഫ്ലവറൊക്കെ പിന്നെ വാങ്ങിച്ച് വെച്ചതാണ്. പിന്നെ ഇത് നമ്മൾ ലക്കി ബാമ്പു എന്ന് പറയുന്ന പ്ലാന്റാണ്. ഞാനത് ഇൻഡോറായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയാണ്. പിന്നെ അതാണ്ട് ഇവിടെ കണ്ട ഒരു ആനയുണ്ട്, കുറച്ച് ഗണപതിയുടെ വിവിധ തരത്തിലുള്ള ചിത്രങ്ങളുണ്ട്, കഥകളിയുണ്ട്. പിന്നെ അപ്പൂപ്പനമ്മ, പിന്നൊരു നമുക്കൊരു കണ്ട, ഇതാണ് തടിയിലുള്ള ഒരു ഷോ പീസാണിത്. ആനയാണ് കേട്ടോ. ഇവിടെ ഉണ്ടൊരെണ്ണം കേട്ടോ, അത് തടിയാണ്. പിന്നെ ചെറിയൊരു നെറ്റിപ്പട്ടമുണ്ട് ഭിത്തിയിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ കണ്ടില്ലേ, അവിടെ ഒരു നല്ല കഥകളിയുടെ ഒരു ചെറിയ ക്ലോക്ക്. ഇത്ര സംഭവമുള്ളൂ കേട്ടോ. ഇത്ര സംഭവമേ ഉള്ളൂ നമ്മുടെ ഇവിടെ. ഫസ്റ്റ് മുറി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരിടനാഴിയാണ്. ലൈറ്റ് ഇട്ട് കാണിക്കാം. ഫ്രണ്ട് മുറിയിൽ നിന്ന് തന്നെ ഇവിടെ വേണമെങ്കിൽ അത്യാവശ്യം ഒരു ഡോറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊരു ഇടനാഴിയുണ്ട്. ഈ ഇടനാഴി ചെന്ന് നിൽക്കുന്നത് ഡൈനിങ് ടേബിൾ ഇട്ടേക്കുന്ന ഒരു മുറിയിലേക്കാണ്. പിന്നെ അടുക്കളയിലേക്ക് പോവും, ഇപ്പുറത്തൊരു ബെഡ്റൂമിലേക്ക് പോവും, ഇപ്പുറത്ത് വേറൊരു അടുക്കളയുണ്ട് അതിലേക്ക് പോവും, ഇതിപ്പുറത്തോട്ട് വേറൊരു റൂമിലേക്ക് പോവും. ഇത് ഈ ഫ്രണ്ട് നമ്മൾ ഹാളിൽ നിന്ന് തന്നെ ഇങ്ങോട്ടൊരു റൂമുണ്ട് കേട്ടോ. ഇതാരുടെ റൂമാണെന്നല്ലേ, തുണിയെ കിടക്കുന്ന കാണുമ്പോഴേ അറിയാമല്ലോ ഇതാരുടെ റൂമാണ്. ഇതെൻ്റെ മോൻ്റെ റൂമാണ് കേട്ടോ. അയാൾക്ക് ഈ വണ്ടികളോടൊക്കെ ചെറിയ മിനിയേച്ചർ ഫോമിലുള്ള സാധനങ്ങളോടൊക്കെ വലിയ ആരാധനയാണ്. ഇതെല്ലാം പുള്ളിക്കാരൻ്റെ കളക്ഷനാണ്. കണ്ട, എൻ്റെ വളയല്ലേ, അതൊക്കെ പുള്ളിക്കാരൻ തന്നെ ഹാങ് ചെയ്തിരിക്കണം, ഒരു പേസ്റ്റ് ബോർഡൊക്കെ കളറൊക്കെ അടിച്ചിട്ട്. ഇത് ഞാൻ പണ്ട് ഓൺലൈനിൽ നിന്ന് വരുത്തിയാണ്. 3-2 ഉണ്ടായിരുന്നു കേട്ടോ. അവനത് മാറ്റിയിട്ട് അവൻ്റെ സാധനങ്ങളൊക്കെ കണ്ടോ, കാറൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടോ, എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ട. ഇത് കണ്ട, സൂപ്പറല്ലേ. ഇതേ കണ്ടോ, അതൊരു കാറാട്ടോ. ഇതൊക്കെ അയാളുടേതായിട്ടുള്ള രീതിയിൽ ഭിത്തിയിൽ വെച്ചിരിക്കുകയാണ്. ക്ലോക്കിൻ്റെ മുകളിൽ ഒരെണ്ണം ഇതേ കണ്ടല്ലേ തൂങ്ങിക്കിടക്കുന്നത്. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇത് റിമോട്ടാണ്. അടിപൊളി സാധനം ഇരിക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ തൊപ്പിയുണ്ട്. അതുകൊണ്ടൊരു 3 മുറി ജനലാണ് കേട്ടോ. പിന്നെ അവൻ്റെ ബെഡ്. ഇത് പഴയ ടി വിയാണ് കേട്ടോ. ഇവിടാണ് ഞങ്ങളുടെ ചേട്ടൻ്റെ വർക്കിംഗ് സ്പേസ് എന്ന് പറയുന്നത്. പുള്ളി ഒരു IT എഞ്ചിനീയറാണ്. അപ്പോൾ പുള്ളിയുടെ വർക്കിംഗ് സ്പേസാണിത്. അങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലേസ് എന്ന് പറയുന്നത് എൻ്റെ ഡൈനിങ് ഹാളാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലേസാണ് ഡൈനിങ് ഹാൾ. ഡൈനിങ് ഹാളിലോട്ട് വരുന്ന വഴിയാണിത്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ചെടിയുണ്ട് കേട്ടോ. ഇൻഡോറാണ്. ഒരു തരം സ്നേക്ക് പ്ലാന്റ് ആണ്, സാധാ അല്ല, കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ. ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചെറിയൊരു വാട്ടർ ടാങ്കാണ്. കുറേ വർഷം പഴക്കം. അത് എൻ്റെ മോന് 2.5 വയസ്സുള്ളപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഫിഷ് ടാങ്കാണിത്. നമ്മൾ ഇപ്പോഴും അതുപോലെയുണ്ട്. മീനുകൾക്ക് മാറ്റമുണ്ട്. ഇതാണ് വെള്ളവാളയെന്ന് പറയുന്ന ഒരു തരം മീനാണ്. നമ്മൾ ഓപ്പൺ എയർ ടാങ്കിലൊക്കെ നമ്മൾക്ക് ഇതിനെ വളർത്താം. കുറേ വലുതാവും കേട്ടോ. ഇത് പക്ഷേ നമ്മൾ വീട്ടിലുള്ളിൽ നമ്മൾ ഫിഷ് ഫുഡ് കൊടുത്താണ് ഇത് വളർത്തുന്നത്. അതുകൊണ്ട് വലുതായിട്ടൊന്നും വളർന്നിട്ടില്ല. മറ്റേന്ന് വെച്ചാൽ വെളിയിലൊക്കെ നമുക്ക് ലീവ്സൊക്കെ കൊടുക്കാം, പിന്നെ അല്ലാത്ത കാര്യങ്ങളൊക്കെ കൊടുത്തതിന് നമുക്ക് വലിയ രീതിയിൽ വളർത്തിയെടുക്കാം. പക്ഷെ 4 ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് കുഞ്ഞിന് 30 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഒരു 2 വർഷത്തിൽ കൂടുതലായി. ഇതേ കണ്ട ഇത്രയും വളർന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. ഇതിൻ്റെ ഫുൾ ഓപ്പറേഷൻ എൻ്റെ മോനാണ് കേട്ടോ, മൂത്താളുടെ. ഇതാ കണ്ട ഫിഷ് ഫുഡ്. ഈ ഫുഡാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇത് കൊടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല, ഇത്രയും നാളായിട്ട് പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇതിന് നടെ ഇവിടെ ഒരു മോട്ടർ ഘടിപ്പിച്ചിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ ഞങ്ങളിത് ഓൺ ചെയ്തിടും. നേരം വെളുക്കുമ്പോൾ ഞങ്ങൾ ഓഫ് ചെയ്യും. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു. പിന്നെ 6 മാസത്തിലൊരിക്കൽ നമ്മൾ ടാങ്ക് വൃത്തിയാക്കും. ഇപ്പം വൃത്തിയാക്കാറായിട്ടുണ്ട്. വൃത്തിയാക്കാറാകുമ്പോൾ നമുക്ക് ദണ്ട് ഇതിൻ്റെ ഗ്ലാസ്സിലൊക്കെ കണ്ടോ ഇതേപോലെയുള്ള ഒരു സംഭവം വരും.
മങ്ങൽ വരും. അപ്പോൾ നമ്മളിതെടുത്തിട്ട് കഴുകി വൃത്തിയാക്കണം. ഇതിൻ്റെ ഇതിനകത്ത് കിടക്കുന്ന ഓരോ ചിപ്സ് കഷ്ണങ്ങൾ, അതായത് ഓരോ കല്ലിൻ്റെ കഷ്ണങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്, കക്കയുണ്ട്, അതെല്ലാം വാരി കഴുകും. അതിൻ്റെ പ്ലാന്റൊക്കെ ഉണ്ട്, ഇതെല്ലാം കഴുകി വൃത്തിയാക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഈ ഒരു വാതിൽ എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ അടുക്കളയാണ് കേട്ടോ. അതിങ്ങനെ ലൈറ്റ് ഓഫ് ആക്കിക്കോ, അത് ഇരുട്ടട പിന്നെ കാണിക്കാം. ഇങ്ങോട്ടൊരു വാതിലുണ്ട്, ഇതാ കണ്ടോ, ഇത് വേറെ, ഇത് നമ്മുടെ സാധാ സ്നേക്ക് പ്ലാന്റാണ്. നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ ആദ്യത്തെ രൂപം. ഇപ്പോൾ വെറൈറ്റി ഇറങ്ങിയിട്ടുണ്ടല്ലോ, 2 വെറൈറ്റി എൻ്റെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അതിന് മുകളിൽ ഇതാ കണ്ട, ഇത് എൻ്റെ ചേട്ടനെ ഓഫീസിൽ നിന്നൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അടിപൊളിയല്ലേ കാണാൻ, ഓർക്കിഡ് പൂവാണ്. പിന്നെ ഒരു കലണ്ടറുണ്ട്. ഇവിടെ കലണ്ടറിന് ഭയങ്കര പിടിയാണ് കേട്ടോ, കാരണം എപ്പോഴും നമ്മൾ അത്യാവശ്യം നോക്കണം, പ്രത്യേകിച്ച് അവധി. അതന്നെ ഞങ്ങൾ ഫസ്റ്റ് നോക്കിയിട്ട്. ഇവിടെയും കണ്ടോ ഒരു 3 പാളി ജനൽ അവിടെയുണ്ട്, ഓപ്പോസിറ്റിലൊരു വീണ്ടും 2 പാളി ജനലുണ്ട്. ജനലുകൾ ഒരുപാടുണ്ട് ഈ വീടിന്. അതാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ എന്താ കണ്ടോ, ഇവിടെ ഒരു ഇൻഡോർ പ്ലാന്റ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇതും പുള്ളിക്കാരന് ഓഫീസിൽ നിന്ന് പണ്ട് ഗിഫ്റ്റ് കിട്ടിയതാണ്. അന്നത് വളരെ ചെറുതായിരുന്നു, ഇപ്പം അത് കുറേ വളർന്ന് വലുതായി. ഇത് പ്ലാന്റൊന്നുമല്ല കേട്ടോ, സത്യത്തിൽ ഇത് പ്ലാസ്റ്റിക്കാണ്. നമ്മൾ ഇവിടെ പത്തനംതിട്ടയുള്ള അലങ്കാരം എന്ന് പറയുന്ന ഒരു ഗിഫ്റ്റ് കടയുണ്ട്, അവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ്. ഞാനിവിടെ വെച്ചതെന്ന് വെച്ചത് എൻ്റെ മുകളിൽ നമ്മുടെ ഗ്ലാസ് ഉണ്ട്. ഇതിവിടെ വെച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഈ വാഷ് ബേസിനെല്ലാം ഉപയോഗിക്കുമ്പോൾ എപ്പോഴും വെള്ളം തെറിച്ചിട്ട് ഈ ഭിത്തി മുഴുവൻ അങ്ങ് വൃത്തികേടാവും. അത് കുറച്ചാൾ കഴിയുമ്പോൾ അതെല്ലാവരും നമുക്ക് കാണാം, അങ്ങനെ കാണണം. ഇതെന്ന് പഴയ വീടായതുകൊണ്ട് ഇവിടെ ഇപ്പോഴത്തെ വീടുകൾക്കൊക്കെ ഇവിടെ ഇങ്ങനെ ടൈലൊക്കെ പാകി അവർ നല്ല വൃത്തിയാക്കി വെച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തുടച്ചെടുക്കാം. നമ്മൾ പഴയ വീടായതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ എൻ്റെ ഒരു ക്രിയേഷനാണ് കേട്ടോ. ഇതിവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ ഭിത്തി ഒക്കെ ആയിട്ടുണ്ട്. ഇതിലൊക്കെ നമുക്ക് ഇടയ്ക്ക് തുടച്ചൊക്കെ എടുക്കുകയൊക്കെ ചെയ്യാം, വലിയ കുഴപ്പമില്ലാതിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറെ മാറ്റി വാങ്ങിക്കാം. ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് 1 വർഷത്തിന് മേലെയായി, ഇതുവരെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട് കേട്ടോ. ഇതവിടുത്തെ സിങ്കാണ്, വാഷ് ബേസിൻ. നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് കുറച്ച് ദൂരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ മുറി തന്നെയാണിത്. പിന്നെ കണ്ടേ ഇവിടെ ഉണ്ട് 2 ചെടികളുണ്ട്. ഇതൊരു തരം മണി പ്ലാന്റാണ്. ഇത് ലക്കി ബാമ്പുവിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു സ്നേക്ക് പ്ലാന്റ് പലതരത്തിലുണ്ടെന്ന് കണ്ടോ. ഇങ്ങനെ ഇങ്ങേ സൈഡിൽ വേറൊരു വെച്ചിട്ടുണ്ട്, ഇതേ കണ്ടോ, ഇതൊരു തരം സ്നേക്ക് പ്ലാന്റാണ് കേട്ടോ. ഇത് വരുന്നതേ ഉള്ളൂ. ഇത് വേറൊരു മണി പ്ലാന്റാണ്. എന്താ വേറൊരു ഒരു സ്നേക്ക് പ്ലാന്റുണ്ട് കണ്ടോ. ഇത് വേറൊരു വെറൈറ്റിയാണ്, ഇച്ചിരി മെലിഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് നമ്മൾ ഓമിലൂർ വയൽവാണിപത്തിന് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഫ്ലവർ വേസ്, അതിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ. പിന്നെ നമുക്കിവിടെ കണ്ടോ തയ്യൽ മെഷീനുണ്ട്. ഇത് എൻ്റെ അമ്മയുടെ കുറേ വർഷം പഴക്കമുള്ള തുണിയാണ് കേട്ടോ, തയ്ക്കാൻ വെച്ചിരിക്കുന്നതാണേ. കുറേ വർഷം പഴക്കമുള്ള മെഷീനാണ്. ഇതിൻ്റെ പേര് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേ കണ്ടോ, ഉഷ. എത്രയോ വർഷത്തെ പാരമ്പര്യമുള്ളതെന്നറിയാം. അമ്മയുടെ കല്യാണത്തിന് മുമ്പ് അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തയ്യൽ മെഷീനാണിത്. അത് നമുക്കതിനെ കാണുമ്പോൾ അറിയാം കണ്ടോ, ഒത്തിരി പഴക്കമുണ്ട്. ഞാനത് കൊണ്ടുവന്ന് മോഡിഫൈ ചെയ്ത് ഒരു വൃത്തിയാക്കി ഇതാ പുതിയ ട്രേ ഒക്കെ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ട്രേ ഒക്കെ ഫിറ്റ് ചെയ്ത് പുതിയ മേശയൊക്കെ വാങ്ങിച്ച് അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു വണ്ടി ഇരിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ അവർ കളർ ചെയ്ത് മോഡിഫൈ ചെയ്ത വണ്ടികളാണ്. ഇവിടെ വണ്ടികളാണ് കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇരിക്കുന്നു. പിന്നെ എന്താ, ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിള്. ചെയറ് 2, 4, 6 ചെയറുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ചെയർ കണ്ടോ, ഈ ചെയറ് നമ്മൾ പണിയിച്ച ചെയറാണ്. ഈ ചെയർ കണ്ടോ, ഇത് പണ്ട് കാലത്ത് അച്ഛൻ്റെ സമയത്തെ അച്ഛൻ പണിയിപ്പിച്ച ചെയറാണ്. ഇതേ മാതൃകയിൽ ഞങ്ങൾ പണിഞ്ഞ ചെയറാണ്. വ്യത്യാസം കണ്ടോ, അവർ ജസ്റ്റ് ഒന്ന് കാർവ് ചെയ്തിട്ടേ ഉള്ളൂ പൂക്കളൊക്കെ. പക്ഷേ ഇത് കണ്ടോ, പഴയത് നമ്മൾ എന്ത് പെർഫെക്ഷൻ ഒന്ന് കണ്ടോ, അടിപൊളിയായിട്ട് ചെയ്തിട്ടില്ലേ. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പം 6 കസേരയാണ് ഈ ഡൈനിങ് ടേബിളിലുള്ളത്. ഇതൊക്കെ നമ്മൾ പഴയ ഡൈനിങ് ടേബിൾ പുതുക്കിയതാണ് കേട്ടോ. ഗ്ലാസ്സൊക്കെ ഇട്ട് ഞങ്ങൾ വലുതാക്കിയതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഡൈനിങ് ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഇവിടെ ഗസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു ഡൈനിങ് ടേബിൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും നല്ല ആരെങ്കിലുമൊക്കെ ഒരു അത്യാവശ്യം നമുക്ക് വേണമല്ലോ. ഇത് തുണി ഞാൻ മഴ പെയ്തപ്പോൾ ഓടി എടുത്തുകൊണ്ട് വന്ന് ഇവിടോട്ട് വെച്ചതാണ് കേട്ടോ. ഉണങ്ങിയിട്ടില്ല, കുറച്ച് ഉണങ്ങിയതേ ഉള്ളൂ. ഇനി നമ്മൾ ടെറസിൽ മുകളിൽ കൊണ്ടിടണം.
ഭയങ്കര മഴയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. മഴ തോന്നി കഴിയുമ്പോഴേ മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. മഴ ആയതുകൊണ്ട് ഞാൻ ഓർത്തു വെറുതെ ഇരിക്കുമല്ലേ എന്നൊരു വീഡിയോ എടുത്തേക്കാവുന്നു. അന്നേരം എടുത്തന്നേ ഉള്ളൂ. ഓക്കെ.